ഹലോ. അപ്പം ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. നമ്മളൊരു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ കല്യാണമാണ് ഇന്ന് കേട്ടോ. അതായത് മുടപ്പല്ലൂരിലെ പന്തപ്പറമ്പിലുള്ള എൻ്റെ ബാലൻ ചെറിയച്ഛൻ്റെ മോളുടെ കല്യാണം കേട്ടോ. അപ്പം 10-11 മുഹൂർത്തം. നമ്മൾ ഒരുങ്ങിക്കിട്ടി നേരത്തെ ഇവിടെ എത്തിയിട്ടൊക്കെ ഉണ്ട്. മുടപ്പല്ലൂർ അഴിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് താലി കെട്ടുക. ഈ സാരി മേടിക്കുമ്പോഴേ ഈ ബ്ലൗസിന്റെ കളർ കണ്ടിട്ട് ഞാൻ സാരി എടുത്തതാണ് കേട്ടോ. പക്ഷെ ഉടുത്തു വന്നപ്പോൾ എനിക്ക് വലിയ ഇഷ്ടമൊന്നും തോന്നിയില്ല. പക്ഷെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പോഴേ എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. അങ്ങനെ ദാ ചെറുക്കനും കൂട്ടരൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ താലപ്പൊലിയും വാദ്യമേളവും ഒക്കെ ആയിട്ട് അവരെ സ്വാഗതം ചെയ്തു. ഓക്കെ. അപ്പൊ ഇത് നമ്മുടെ കല്യാണ പെണ്ണിന്റെ 2 അനിയത്തിമാരാണ് കേട്ടോ. അപ്പൊ ഇന്ന് കാലത്ത് വന്ന ഉടനെ നമുക്ക് പണി കിട്ടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു പ്രതീതിയായിരുന്നു. കുറേ പേരൊക്കെ തിരിച്ചു പോകണം. അപ്പം നമ്മൾ പോണ ആളുകളുടെ അടുത്ത് ചോദിച്ചത് എന്തത് കല്യാണം കെട്ട് കഴിഞ്ഞോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കെട്ടൊക്കെ അപ്ലൈ കഴിഞ്ഞു. ഞങ്ങളുടെ മനസ്സിലൊക്കെ ഭയങ്കര വിഷമമായി കഴിച്ചു. നോക്കി വന്നപ്പോൾ അത് വേറെ ആളുകളുടെ കല്യാണമായിരുന്നു. ഞങ്ങളുടെ കുട്ടിയുടെ അത് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതാ കല്യാണത്തിൻ്റെ ചടങ്ങുകളൊക്കെ തുടങ്ങി. ഇത് പയ്യൻ്റെ പെങ്ങളാണ് കേട്ടോ. പിന്നെ ഇതാ പുടവ എടുക്കലും കൂടെ ചെയ്തു കൊടുത്തേ. നല്ല തിരിച്ച് ഫേസിലൊക്കെ കൈ നോടല്ലേ അത് കൈ നോടല്ലേ കേട്ടോ. മക്കളാരും മുന്നിൽ തരള അപ്പോൾ അതാ കെട്ടൊക്കെ കഴിഞ്ഞു. പൊന്നൂസ് വന്നത് അമ്മമ്മൻ്റെ കൂടെ ഇവിടെ ആൽത്തറയിലൊക്കെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഇവിടെ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ അമ്പലക്കുളമുണ്ട്. ഇത് എനിക്കൊരു അമളി പറ്റിയതാണ്. ഞാൻ വലിയ കാര്യത്തിൽ വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞ് എടുത്ത കോലമാണത്. എന്താ പറ്റിയെന്ന് എനിക്കേ അറിയില്ല. അതാ ഇവിടെ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോഴത്തേക്കേ ഫ്രണ്ടിൽ നിൽക്കണോ നമ്മുടെ മോഹൻദാസ് ഏട്ടൻ. ഓക്കെ. പിന്നെ അതാ ഇവിടെ വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടായിരുന്നു. ഞാനും പൊന്നൂസും ജിയേഴ്സൊക്കെ പറഞ്ഞ് അതൊക്കെ കുടിച്ചു നമ്മൾ അകത്തേക്ക് കയറാൻ നിൽക്കണം. അപ്പോഴേക്കും എന്താ വല്യമ്മ ഉണ്ടായിരുന്നു. വല്യമ്മയ്ക്ക് മോനേട്ടനെ കണ്ടപ്പോൾ ഒരേ സങ്കടമായിരുന്നു. കിടക്കണ സമയത്ത് വന്ന് കണ്ടതായിരുന്നു കേട്ടോ വല്യമ്മ. ചെറിയച്ഛനും മേമനോടും കുറച്ച് സമയമൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്തു. അപ്പം നമ്മുടെ വധൂവരന്മാരെ ആനയിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ചെണ്ടമേളക്കാർ. കൂടാതെ പിന്നെ കുറച്ച് പടക്ക പരിപാടി. പിന്നെ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് വന്നപ്പോഴേ ചെണ്ടമേളത്തിൻ്റെ കൂടെ എല്ലാവരും തുള്ളലായിരുന്നു കേട്ടോ, ഞാനും ഉൾപ്പെടെ. പിന്നെ പറയാതിരിക്കാൻ വയ്യാട്ടോ, സ്റ്റേജ് ഡെക്കറേഷൻ സൂപ്പറായിരുന്നു. അങ്ങനെ തുള്ളലൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ പാട്ടും കേട്ട് ഒരു ഭാഗം ചേർന്നിരുന്നു. പെട്ടെന്നാണ് എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. വരുമ്പോൾ എൻ്റെ കൂടെ ഒരു അമ്മയുണ്ടായിരുന്നു, കാണാനില്ല, എവിടെയോ പോയി. ഇനി തേടി കണ്ടുപിടിക്കട്ടെ. ഇതാണ് കല്യാണപ്പെണ്ണിൻ്റെ ഫാമിലി. അങ്ങനെ ഞങ്ങൾ പോയി ഒരു ഫോട്ടോ എടുത്തു. അതും കഴിഞ്ഞ് ഞാൻ അമ്മനെ കണ്ടുപിടിച്ചു കേട്ടോ. എന്നിട്ട് ഞങ്ങളത് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പിന്നെ അതാ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. നല്ല അടിപൊളി സദ്യയായിരുന്നു കേട്ടോ. പിന്നെ ഇന്ന് നോക്കിയപ്പോഴേ എനിക്കിത് അവിടെ ഒരു കുഞ്ഞു വടയുണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഞാൻ പൂരത്തിനൊക്കെയാണ് ഇത് മേടിച്ച് കഴിക്കാറ്. ഇതിൽ നല്ല അടപ്രഥമൻ പായസം. അങ്ങനെ എല്ലാവരും നല്ല വിശന്നിരിക്കുന്ന സമയമായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ വയറ് നിറച്ച് നല്ല സന്തോഷത്തോടെ ഭക്ഷണം കഴിച്ചു കേട്ടോ. പിന്നെ ചെക്കനും പെണ്ണൊക്കെ നമ്മൾ ഇരുന്ന അതേ ടൈമിൽ തന്നെയായിരുന്നു ഫുഡ് കഴിക്കാനുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ചെക്കനും പെണ്ണുമൊക്കെ അത് അനുഗ്രഹമൊക്കെ മേടിച്ച് പോകാനായിട്ട് ഒരുങ്ങുകയാണ് കേട്ടോ. ഒരു നിമിഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് വല്ലാണ്ട് സ്പർശിക്കുന്ന ഒരു സമയമാണ് കേട്ടോ. എൻ്റെ കല്യാണത്തിൻ്റെ ആ ദിവസങ്ങളൊക്കെ എനിക്കിങ്ങനെ ഓർമ്മയിൽ വന്നു. സത്യത്തിൽ എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി കേട്ടോ അവിടെ നിന്നിട്ട്. ഓക്കെ, തിരിച്ചു കൊടുത്തേ. ഓക്കെ, ഇവിടെ കൊടുത്തേ. ഓക്കെ.
കൈ വിടല്ലേ, കൈ പിടിക്കണേ. പിന്നെ അവർ പോകാനായിട്ട് ഒരുങ്ങി നമ്മൾ യാത്രയാക്കാനായിട്ട് എല്ലാവരും ഇവിടെ പുറത്ത് വന്ന് നിൽക്കുകയാണ് കേട്ടോ. ഇറങ്ങി വന്നപ്പോഴേ എന്താ ചൂട്. ഇന്നലെ ചെറിയതായിട്ടൊരു മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇന്നൊക്കെ ചൂട് കൂടുകയാണ് ചെയ്തത്. അപ്പോൾ കുറച്ച് സമയം കൂടി ഓഡിറ്റോറിയത്തിൽ ഇരുന്നതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാനായിട്ട് ഇറങ്ങി കേട്ടോ. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ. താങ്ക് യു.